Morning to you all. So before doing our session, I request you to subscribe and like my channel, my YouTube channel. So today we are doing module 3 module 3 from language skills, that is speaking. Module 3 is entitled speaking. Speech is a vital component in the act of communication or in the art of communication. Speech is a very vital means important component. Component means a factor, ഘടകം. സുപ്രധാനമായ ഒരു ഘടകമാണ് സ്പീച്ച്. ഏതിൽ? ഇൻ ദി ആക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻ ദി ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രവൃത്തിയിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒരു കലയാണല്ലോ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കലയിൽ സുപ്രധാനമായ ഒരു ഘടകമാണ് സ്പീച്ച്. കമ്മ്യൂണിക്കേഷൻ്റെ റൈറ്റിംഗ്, സ്പീച്ച്, അങ്ങനെ രണ്ട് കമ്പോണൻസ് ആണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് സ്പീച്ചിനെ വിശേഷിപ്പിക്കാം. സ്പീച്ച് ഈസ് എ വൈറ്റൽ കമ്പോണൻറ്റ് ഇൻ ദി ആക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Speech uses both verbal and non-verbal skills to make it effective and meaningful. Speech is vital in the sense that it uses both verbal and non-verbal skills. Writing-il non-verbal skills are absent. അതേ സമയത്ത് സ്പീച്ച് യൂസസ് ബോത്ത് വെർബൽ ലാംഗ്വേജ് ആൻഡ് നോൺ വെർബൽ, ദാറ്റ് ഈസ് ജെസ്ചർ, ഐ കോണ്ടാക്ട്, ബോഡി മൂവ്മെൻറ്റ്സ് എക്സെട്ര. അപ്പോൾ അത് സ്പീച്ചിനെ മാറ്റുകൂട്ടുന്ന ഘടകമാണ് നോൺ വെർബൽ സ്കിൽസ്. സോ സ്പീച്ച് യൂസസ് ബോത്ത് വെർബൽ റിലേറ്റഡ് ടു ലാംഗ്വേജ് ആൻഡ് നോൺ വെർബൽ സ്കിൽസ് ടു മേക്ക് ഇറ്റ് എഫക്റ്റീവ് ആൻഡ് മീനിങ് ഫുൾ. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ വളരെ എഫക്റ്റീവും മീനിങ് ആക്കുന്നതിന് സ്പീച്ച് വേർബലും നോൺ വെർബലുമായ സ്കിൽസ് ഉപയോഗിക്കുന്നുണ്ട്. നോൺ വെർബൽ സ്കിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതിനു മുമ്പേ പഠിച്ചിട്ടുണ്ട്. While we are speaking, clarity and variety must be ensured. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്പീച്ചിൽ അല്ലെങ്കിൽ നമ്മൾ ആരുടെങ്കിലും സംസാരിക്കുമ്പോൾ അതിൽ വ്യക്തത വേണം, ഒരു വൈവിധ്യം വേണം. ചർവിത ചർവണം പോലെ പറഞ്ഞ കാര്യം മാത്രം പറയുക, അത് മാത്രം റിപ്പീറ്റ് ചെയ്യുക. ഇറ്റ് വിൽ മേക്ക് ദി ഓഡിയൻസ് ബോർഡ്. ഇറ്റ് വിൽ മേക്ക് ദി ലിസണേഴ്സ് ബോർഡ്. കേൾവിക്കാരെ അത് ബോറടിപ്പിക്കും. അതുകൊണ്ട് വൈൽ സ്പീക്കിംഗ് ക്ലാരിറ്റി ആൻഡ് വെറൈറ്റി മസ്റ്റ് ബി എൻഷ്യൂർഡ്. എന്താ ഉറപ്പാക്കേണ്ടത്? രണ്ട് കാര്യങ്ങൾ. ക്ലാരിറ്റി ആൻഡ് വെറൈറ്റി മസ്റ്റ് ബി എൻഷ്യൂർഡ്. ഹൗ ക്യാൻ വി എൻഷ്യൂർ ക്ലാരിറ്റി ആൻഡ് വെറൈറ്റി? എങ്ങനെ നമുക്ക് ഈ ക്ലാരിറ്റി എങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ എൻഷുർ ചെയ്യാൻ കഴിയും? ത്രൂ കറക്റ്റ് പേസ്, കറക്റ്റ് സ്പീഡ്. വേഗത, സംസാരിക്കുന്നതിന് വേഗത കൂടാനും പാടില്ല, തീരെ കുറഞ്ഞു പോകാൻ പാടില്ല. വി ഷുഡ് യൂസ് കറക്റ്റ് പേസ് ആൻഡ് പിച്ച്. നമ്മുടെ പിച്ചും കറക്റ്റ് ആയിരിക്കണം. പിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇൻറ്റൊണേഷൻ, അതും പഠിച്ചിട്ടുണ്ട്. ഇൻറ്റൊണേഷൻ ആൻഡ് വോളിയം. നമ്മുടെ സ്വരത്തിൻ്റെ, നമ്മുടെ വോയിസിൻ്റെ വോളിയം, ഇൻറ്റൊണേഷൻ, പിച്ച്, പേസ്, ഇതെല്ലാം കറക്റ്റായെങ്കിൽ മാത്രമേ ക്ലാരിറ്റി ക്യാൻ ബി എൻഷ്യൂർഡ്. ക്ലാരിറ്റി എൻഷ്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്പീക്കിങ്ങിൽ രണ്ട് കാര്യം നമ്മൾ എൻഷ്യൂർ ചെയ്യണം. അതിൽ ഒന്ന് ക്ലാരിറ്റിയാണ്, മറ്റൊന്ന് വെറൈറ്റി. Clarity can be ensured through correct pace, speed, pitch, intonation and volume. One must speak at a moderate pace. ഒരു മിതമായ ഒരു വേഗതയിലേ സംസാരിക്കാവൂ. One must speak at a moderate pace. Volume must suit the environment. ഇന്ന് നമ്മുടെ വോയിസിൻ്റെ വോളിയം അതെങ്ങനെയായിരിക്കണം? കൂടണോ, കുറയണോ, മീഡിയം ആകണോ നമ്മൾ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു 5 പേരുള്ള ഒരു ഗ്രൂപ്പിൽ സംസാരിക്കുന്നത് പോലെ ആ വോളിയത്തിൽ സംസാരിച്ചാൽ ശരിയാകത്തില്ല. 50-100 പേര് ഓഡിയൻസ് ആയുള്ള ഒരു ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ
അപ്പോൾ അങ്ങനെ ആ രണ്ടാമത്തെ ഗ്രൂപ്പിൽ സംസാരിക്കും വി ഹാവ് ടു റേസ് ദി വോളിയം ഓഫ് അവർ വോയിസിൻ്റെ വോളിയം കൂട്ടേണ്ടി വരും. ഒരു ക്ലാസ് മുറിയിൽ തന്നെ 10-60 പേരിരിക്കുന്ന ക്ലാസ് മുറിയിൽ മാക്സിമം വോയിസ് ഉയർത്തിയെങ്കിൽ മാത്രമേ ബാക്ക് ബെഞ്ചേഴ്സിന് അത് കേൾക്കാൻ പറ്റത്തുള്ളൂ. അത് ഈ അശ്രദ്ധമായ കുട്ടികളുടെ അലപ്പമൊക്കെ വരുമ്പോഴത്തേക്ക് the things may not be audible to the pupils or students. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വോളിയം എത്രമാത്രം വേണമെന്ന് നിശ്ചയിക്കേണ്ടത്? സോ വോളിയം മസ്റ്റ് സ്യൂട്ട് ദി എൻവയോൺമെൻറ്റ്. നമ്മുടെ ചുറ്റുപാടിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം വോളിയം മസ്റ്റ് certainly സ്യൂട്ട് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ദി സൈസ് ഓഫ് ദി ഓഡിയൻസ്. വോളിയം മസ്റ്റ് സ്യൂട്ട് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ദി സൈസ് ഓഫ് ദി ഓഡിയൻസ്. ഓഡിയൻസിൻ്റെ വലിപ്പം, അതുപോലെ തന്നെ ആ ചുറ്റുപാട് സാഹചര്യം, അടച്ചിട്ട മുറിയാണോ ഓപ്പൺ എയർ ആണോ, ആ ഒരു എൻവയോൺമെൻറ്റൂടെ നോക്കിയിട്ട് വേണം നമ്മൾ വോളിയം തീരുമാനിക്കാൻ. One must learn to emphasize phrases and words to capture and retain the attention of the audience. ഈ ഓഡിയൻസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കേണ്ടി വരും, ചില ശൈലികൾ കയ്യിൽ നിന്ന് ഇടേണ്ടി വരും, ചില പഴഞ്ചൊല്ലുകൾ ഉപയോഗിക്കേണ്ടി വരും, ശക്തമായ വാക്കുകളുടെ ഉപയോഗം വേണ്ടി വരും, അല്ലെങ്കിൽ പ്രാസാത്മകവുമായ പ്രാസം നിറഞ്ഞതുമായ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ എന്തിനാ? ടു റീടൈൻ, ടു കീപ്പ് അപ്പ് ദി അറ്റൻഷൻ ഓഫ് ദി ഓഡിയൻസ്. ഓഡിയൻസിൻ്റെ ശ്രദ്ധ നിലനിർത്താൻ വേണ്ടിയാണ് അത് ചെയ്യേണ്ടി വരുന്നത്. വൺ മസ്റ്റ് ലേൺ ടു എംഫസൈസ്. ഏതിനാണ് എംഫസൈസ് ചെയ്യേണ്ടത്? ഫ്രേസസ് ആൻഡ് വേർഡ്സ് to capture and retain the attention of the audience. Then another important point regarding one of the important factors of communication, speaking can be interactive, partially interactive and non-interactive. So listen, remember these things. Speaking can be interactive, means having an interaction between the speaker and the audience, speaker and the listeners. സ്പീക്കറും ലിസണേഴ്സും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ, ശരിയായ ഒരു ഫീഡ്ബാക്കും അവർ തമ്മിലൊരു ഇൻഫ്ലുവൻസും ഉള്ള സ്പീക്കിംഗ്, അതാണ് ഇൻട്രാക്റ്റീവ് സ്പീക്കിംഗ് ആകാം. പാർഷ്യലി ഇൻട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു സംശയം ചോദിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്ന രീതിയിലാകാം. ചില കേസിൽ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് വിൽ ബിക്കം നോൺ ഇൻട്രാക്റ്റീവ്, ഒരു ഇൻട്രാക്ഷനും ഇല്ലാതെ പറയുന്നു, റേഡിയോയിലെ പോലെ പറയുന്നു, കേൾക്കുന്നു, അത്രമാത്രം. നമുക്ക് പ്രതികരിക്കാൻ, ലിസണേഴ്സിന് പ്രതികരിക്കാൻ കഴിയില്ല. ലിസണേഴ്സ് ആർ നോട്ട് ഏബിൾ ടു റിയാക്ട്, ലിസണേഴ്സ് ആർ നോട്ട് ഏബിൾ ടു ഗിവ് ദെയർ ഫീഡ്ബാക്ക്. അങ്ങനെയുള്ള സ്പീച്ച് നോൺ ഇൻട്രാക്റ്റീവ് ആണ്. അപ്പോൾ 3 തരം സ്പീച്ച്: ഇൻട്രാക്റ്റീവ്, പാർഷ്യലി ഇൻട്രാക്റ്റീവ് ആൻഡ് നോൺ ഇൻട്രാക്റ്റീവ്. സ്പീക്കിംഗ് ക്യാൻ ബി ഇൻട്രാക്റ്റീവ്, പാർഷ്യലി ഇൻട്രാക്റ്റീവ് ആൻഡ് നോൺ ഇൻട്രാക്റ്റീവ്. കോൺവെർസേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻട്രാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. രണ്ടുപേർ തങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുമായി നമ്മൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നു, അവർ അഭിപ്രായം പറയുന്നു, മറുപടി പറയുന്നു, അത് ഇൻട്രാക്റ്റീവാണ്. കോൺവെർസേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻട്രാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻട്രാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻ. അത് വ്യക്തികൾ തമ്മിലോ ഒരു ഗ്രൂപ്പുമായിട്ടോ ഉള്ള കോൺവെർസേഷൻ, it is a good example of interactive communication. Then public speech, ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നു, ഒരു യോഗത്തിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിശാലമായ ഒരു ഓഡിയൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു, ഓർ ഡിബേറ്റ്സ്, ചർച്ചകൾ. അപ്പം അവിടെയെന്ന് പറഞ്ഞാൽ പബ്ലിക് സ്പീച്ചിൽ ആരെങ്കിലും ഒരു സംശയം കാണുമ്പോൾ എഴുന്നേറ്റെന്ന് ചോദിച്ചാലായി, അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ചർച്ച വന്നാലായി, ഡിബേറ്റ്സിലും അങ്ങനെയുള്ള ചെറിയ ചർച്ചകൾ വന്നാലായി. അപ്പം അതുകൊണ്ട് തന്നെ അത് ഇൻട്രാക്റ്റീവ് അല്ല, നോൺ ഇൻട്രാക്റ്റീവ് അല്ല, പിന്നെ ഇറ്റ് ഈസ് പാർഷ്യലി ഇൻട്രാക്റ്റീവ്. പബ്ലിക് സ്പീച്ച് ആൻഡ് ഡിബേറ്റ്സ് ആർ പാർഷ്യലി ഇൻട്രാക്റ്റീവ്, ഭാഗികമായി ഇൻട്രാക്റ്റീവ് ആണ്. സ്പീക്കർ ഹാസ് ലിമിറ്റഡ് ഇൻട്രാക്ഷൻ. സ്പീക്കർ only has a limited interaction or influence with the listeners. ശ്രോതാക്കളുമായി വളരെ ചെറിയ ലിമിറ്റഡായ ഇൻട്രാക്ഷൻ മാത്രമേ സ്പീക്കറിനുണ്ടാകുന്നുള്ളൂ. പിന്നെ അവസാനമായിട്ട് ഉള്ളത് നോൺ ഇൻട്രാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അത് ഏറ്റവും നല്ല എക്സാമ്പിൾ, ഇൻഫർമേഷൻ റിസീവ്ഡ് ത്രൂ ടെലിവിഷൻ ആൻഡ് സിമിലർ ചാനൽസ്, റേഡിയോ ഓർ സിമിലർ ചാനൽസ്.
or YouTube channels. Information received through television and similar channels of communication remains largely non-interactive. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് ഇറ്റ് ഇസ് എ non-interactive means of communication. അപ്പം നിങ്ങളൊരു അഭിപ്രായം ഇതിൽ പറയാൻ പറ്റുന്നില്ല, പിന്നെ വല്ല എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് സമയം കഴിഞ്ഞു പോയി. അല്ല, നമ്മൾ സംവദിക്കുന്ന സമയത്ത് ഒരു ഇൻട്രാക്ഷൻ അവിടെ ഉണ്ടാകുന്നില്ല. സോ ഇൻഫർമേഷൻ റിസീവ്ഡ് ത്രൂ ടെലിവിഷൻ, റേഡിയോ ആൻഡ് സിമിലർ channels of communication remains largely non-interactive. They are examples of non-interactive communication. അവയൊക്കെ non-interactive communication ഉദാഹരണങ്ങൾ. Speaking skills can be developed through observation and careful practice. സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ധാരാളം പബ്ലിക് സ്പീച്ചസ് നമ്മൾ കേൾക്കണം, സ്പീച്ചസ് നമ്മൾ ശ്രവിക്കണം, പുസ്തകങ്ങൾ വായിക്കണം, അറിവുണ്ടായിരിക്കണം, ഒബ്സർവേഷൻ വേണം. ആൻഡ് ഓൾസോ വി ഷുഡ് ഹാവ് കെയർഫുൾ പ്രാക്ടീസ്. വളരെ ശ്രദ്ധാപൂർവമായ പ്രാക്ടീസും വേണം. സ്പീക്കിംഗ് സ്കിൽസ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് കെയർഫുൾ പ്രാക്ടീസ്. പബ്ലിക് സ്പീക്കിംഗ്, ടെലിഫോൺ കോൺവെർസേഷൻസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ടെലിഫോൺ ടിക്കറ്റ് പഠിച്ചു. ഇപ്പോൾ ടെലിഫോൺ കോൺവെർസേഷൻ. പോഡ്കാസ്റ്റിംഗ്. വാട്ട് ഈസ് പോഡ്കാസ്റ്റിംഗ്? പോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിങ്ങും ഐപോഡും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. അതിൻ്റെ ഒരു പോർട്ട്മാൻ്റെ വേർഡാണ് പോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് റേഡിയോൻ്റെ ഒരു സൗകര്യം പോലെ നമ്മൾ ഐപോഡ് ഉപയോഗിച്ച് പാട്ടുകൾ കേൾക്കുക, അതുപോലെ തന്നെ ആരുടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു ചർച്ച, അത് കേൾക്കുന്നത് ഓഡിയോയാണ്, കേൾക്കുന്നതാണ് പോഡ്കാസ്റ്റ്. പോഡ്കാസ്റ്റിങ്ങിന് നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം. പല ആപ്പുകളുണ്ട്, പെയ്ഡ് ആപ്പുകളുണ്ട്, ആങ്കർ പോലെയുള്ള നോൺ പെയ്ഡ് ആപ്പുകളുണ്ട്. അപ്പോൾ അവ ഉപയോഗിച്ച് നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം. പോഡ്കാസ്റ്റ് നമുക്ക് എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും കൃത്യസമയത്ത് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ അത് ചർച്ച അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം അത് കേൾക്കാൻ ആളുണ്ടാകുന്നു. ആൻഡ് ഓൾസോ ഓൺ മോണിറ്ററി ബേസിസ്. സാമ്പത്തികമായും പ്രയോജനമുള്ള ഒന്നാണ്, യൂട്യൂബ് പോലെ തന്നെ പ്രയോജനമുള്ള ഒന്നാണ് പോഡ്കാസ്റ്റിംഗ്. പല ആൾക്കാരും പോഡ്കാസ്റ്റിങ്ങിൽ നമ്മളധികം ശ്രദ്ധിക്കുന്നില്ലെന്നുള്ള പോഡ്കാസ്റ്റിങ്ങിൽ വളരെ താല്പര്യമുള്ള ആൾക്കാരാണ്. ആങ്കറിങ്, ഏതെങ്കിലും ഒരു ഈവൻ്റ് ആങ്കർ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു അത് ആങ്കർ ചെയ്യുന്നു. ആങ്കർ ചെയ്യുന്നതിനും പ്രത്യേക സ്കില്ല് ആവശ്യമാണ്, പ്രത്യേക പരിശീലനം വേണം. അപ്പോൾ അതിനൊക്കെ എന്താ വേണ്ടത്? ദീസ് തിങ്സ് റിക്വയർ എക്സലൻ്റ് സ്പീക്കിംഗ് സ്കിൽസ്. സോ പബ്ലിക് സ്പീക്കിംഗ്, ടെലിഫോൺ കോൺവെർസേഷൻ, പോഡ്കാസ്റ്റിംഗ് ആൻഡ് ആങ്കറിങ് റിക്വയർ എക്സലൻ്റ് സ്പീക്കിംഗ് സ്കിൽസ്. ഇവയ്ക്കെല്ലാം വളരെ നല്ല സ്പീക്കിംഗ് സ്കിൽസ് ആവശ്യമാണ്. Public speaking is a skill one can learn through practice. It is a skill, of course, a person can learn through practice only. പ്രാക്ടീസിലൂടെ മാത്രമേ പബ്ലിക് സ്പീച്ച് സ്വായത്തമാക്കാൻ കഴിയുള്ളൂ. To master the skill, to master the public speaking skill. ഈ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് അത് നേടിയെടുക്കുന്നതിന്, for mastering the public speaking skill, one can do the following exercises. താഴെ പറയുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്ന്, പ്രാക്ടീസ് യൂസിങ് ടങ് ട്വിസ്റ്റേഴ്സ്. വാക്കുകൾക്ക് സ്ഫുടത ഉണ്ടാകാൻ വേണ്ടി വി ക്യാൻ പ്രാക്ടീസ് യൂസിങ് ടങ് ട്വിസ്റ്റേഴ്സ്. നാക്കുളിക്ക് ശൈലികളും നാക്കുളിക്ക് സെൻസുകളുണ്ടല്ലോ, അത് പറഞ്ഞ് പരിശീലിക്കുക. മലയാളത്തിലും ധാരാളമുണ്ട്. ഇംഗ്ലീഷിൽ ഐസ്ക്രീം, യു സ്ക്രീം, വി ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം, അതൊരു ടങ് ട്വിസ്റ്ററാണ്. She sells seashells on the seashore. She sells seashells on the seashore. അതൊരു ടങ് ട്വിസ്റ്ററാണ്. I saw Susie sitting in a shoe shine shop. I saw Susie sitting in a shoe shine shop.
അപ്പോൾ ഇങ്ങനെയുള്ള ടങ് ട്വിസ്റ്റേഴ്സ് വേഗത്തിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തൊരു സ്ഫുടത ഉണ്ടാക്കുക. സോ ഒന്നാമത്തെ കാര്യം, പ്രാക്ടീസ് യൂസിങ് ടങ് ട്വിസ്റ്റേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള ടങ് ട്വിസ്റ്റേഴ്സ് ഉപയോഗിച്ച് ആ വാക്കുകളുടെ ഒരു ദൃഢത സമ്പാദിക്കുക, അല്ലെങ്കിൽ ഉച്ചാരണത്തിലൊരു സ്ഥിരതയും ദൃഢതയും സമ്പാദിക്കുക. യൂസിങ് നമ്പർ 1, പ്രാക്ടീസ് യൂസിങ് ടങ് ട്വിസ്റ്റേഴ്സ്. Then number 2, practice intonation patterns. Intonation means the rise and fall in the voice. അതായത് വാക്കുകളുടെ യഥാർത്ഥ മോഡുലേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, വാക്കുകൾക്കൊക്കെ എവിടെയൊക്കെ സ്ട്രെസ് കൊടുക്കണം, എവിടെ സ്ട്രെസ് കൊടുക്കാതെ ഫാൾ എവിടെ ഉണ്ടാകണം, റൈസ് എവിടെ ഉണ്ടാകണം, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വി ഷുഡ് പ്രാക്ടീസ് ഇൻറ്റോണേഷൻ പാറ്റേൺസ്. ഇൻറ്റോണേഷൻ, റൈസ് ആൻഡ് ഫാൾ ഇൻ ദി വോയിസ് നമ്മൾ ചുരുക്കി പറയാം. നേരത്തെ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. റൈസ് ആൻഡ് ഫാൾ ഇൻ പിച്ച് ഓർ റൈസ് ആൻഡ് ഫാൾ ഇൻ വോയിസ് ഈസ് ഇൻറ്റോണേഷൻ. പ്രാക്ടീസ് ഇൻറ്റോണേഷൻ പാറ്റേൺസ്. ദെൻ നമ്പർ 3, ഡെവലപ്പ് എ വർക്കിംഗ് വൊക്കാബുലറി. എപ്പോഴും നമുക്ക് എടുത്ത് പ്രയോഗിക്കുന്ന രീതിയിലുള്ളൊരു പദസമ്പത്ത് നമ്മളിലുണ്ടായിരിക്കും. ഡെവലപ്പ് എ വർക്കിംഗ് വൊക്കാബുലറി, അപ്ഡേറ്റിംഗ് ഇറ്റ് റെഗുലർലി. പുതിയ പദങ്ങൾ അതിൽ ചേർക്കണം. നമ്മൾ ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുമ്പോഴും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അപരിചിതമായ പദങ്ങൾ ഒഴിവാക്കുകയല്ല, നമ്മളതിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മീനിങ് മനസ്സിലാക്കി എഴുതിയെടുത്ത് പഠിക്കണം. ഡെവലപ്പ് എ വർക്കിംഗ് വൊക്കാബുലറി, അപ്ഡേറ്റിംഗ് ഇറ്റ് റെഗുലർലി. വി ഷുഡ് അപ്ഡേറ്റ് അവർ വൊക്കാബുലറി റെഗുലർലി. ദെൻ ഇനി അടുത്തത് നോൺ വെർബലാണ്. മേക്ക് ഐ കോണ്ടാക്ട്. സംസാരിക്കുമ്പോൾ ഇൻ പബ്ലിക് സ്പീച്ച് വി ഷുഡ് മേക്ക് ഐ കോണ്ടാക്ട്. ഓഡിയൻസുമായി സംവദിക്കുമ്പോൾ വി ഷുഡ് മേക്ക് ഐ കോണ്ടാക്ട്. അഡോപ്റ്റ് പോസിറ്റീവ് gestures and postures. We must adopt positive gestures and postures. വളരെ പോസിറ്റീവായ ആംഗ്യങ്ങളും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ നില, നമ്മുടെ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഇരിക്കുന്നതിൻ്റെ പൊസിഷനും കറക്റ്റ് ആയിരിക്കും. സോ മേക്ക് ഐ കോണ്ടാക്ട്, അഡോപ്റ്റ് പോസിറ്റീവ് ജെസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സ്. What are the means of improving non-verbal communication? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും what are the methods we can use for improving our non-verbal communication? ജെസ്റ്റേഴ്സും ഐ കോണ്ടാക്റ്റും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ ഫേസ് എ മിറർ ആൻഡ് ഡെലിവർ എ സ്പീച്ച്. നമ്മൾ പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിന് മുമ്പ് നല്ലൊരു കണ്ണാടിയിൽ നോക്കി നിന്നൊന്ന് പ്രസംഗിച്ച് നോക്കുക. ഫേസ് എ മിറർ ആൻഡ് ഡെലിവർ എ സ്പീച്ച്. ഒബ്സർവ് യുവർ ജെസ്റ്റേഴ്സ്. നിങ്ങളുടെ ആംഗ്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഐ കോണ്ടാക്റ്റ് എങ്ങനെയാണ്, ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്ന് നേരിട്ട് നോക്കി മനസ്സിലാക്കി എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നികത്തുക. ഫേസ് എ മിറർ ആൻഡ് ഡെലിവർ എ സ്പീച്ച്. ഒബ്സർവ് യുവർ ജെസ്റ്റേഴ്സ്. നിങ്ങളുടെ ജെസ്റ്റേഴ്സ്, ആംഗ്യങ്ങളൊക്കെ നേരിട്ട് നിങ്ങൾ നിരീക്ഷിച്ച് കുറ്റങ്ങളും കുറവുകളും പരിഹരിക്കുക. ദെൻ ഈ ഫീലിംഗ് ടെൻസ്ഡ് ബിഫോർ എ സ്പീച്ച്. പല ആളുകൾക്കൂടെ ഒരു കുഴപ്പമാണ്, ഏതെങ്കിലും പൊതുവേദിയിൽ നിൽക്കുന്നതിന്, പ്രസംഗിക്കാനോ മറ്റെന്തെങ്കിലും പ്രോഗ്രാമിനോ നിൽക്കുന്നതിന് വളരെ ടെൻസ്ഡ് ആകും. അങ്ങനെ ടെൻസ്ഡ് ആകുവാണെങ്കിൽ പെട്ടെന്ന് കുറയ്ക്കാനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഡീപ്പായി 2-3 പ്രാവശ്യം ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ടേക്ക് ഡീപ്പ് ബ്രസ്. ഈ ഫീലിംഗ് ടെൻസ്ഡ് before a speech, take a few deep breaths before you face the audience. If you feel tensed before a speech, take a few deep breaths before you face the audience. ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് ആഴത്തിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. അപ്പോൾ ഈ പബ്ലിക് സ്പീച്ച് അല്ലാതെ തന്നെ സ്പീക്കിംഗ് ക്യാൻ ഹാപ്പൻ ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. In various stages, various contexts, speaking can happen. നമ്മൾ തൊട്ടുമുമ്പേ പറഞ്ഞു ടെലിഫോൺ കോൺവെർസേഷൻ, ഇറ്റ് ഓൾസോ ടേക്സ് സ്പീച്ച്, പോഡ്കാസ്റ്റിംഗ് ആൻഡ് ആങ്കറിങ് ആർ ദി 3 modes of speaking. 3 modes or 3 kinds of speaking are telephone conversation, podcasting, നമ്മൾ നേരത്തെ പറഞ്ഞ പോഡ്കാസ്റ്റിംഗ്, and anchoring are the 3 modes of speaking. And among these 3, the first one, telephone conversation. Telephone etiquette നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെലിഫോൺ കോൺവെർസേഷൻ
Telephone conversation is conducted exclusively through verbal cues, wordly methods, wordly patterns. വാക്കുകൾ ഉപയോഗിച്ചാണ് ടെലിഫോണിക് കോൺവെർസേഷൻ നടക്കുന്നത്. അവിടെ ആംഗ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഒരു കടയിൽ വിളിച്ചിട്ട് മുതലാളി ഈ വലിപ്പത്തിലുള്ള കുറച്ച് ആണികൾ വേണോ വല്ലതും ഉണ്ടോ? ആ ഫോണിൽ അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. നമുക്ക് ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ജസ്റ്റേഴ്സോ അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. സോ ടെലിഫോൺ കോൺവെർസേഷൻ ഈസ് എക്സ്ക്ലൂസീവ്ലി ത്രൂ verbal cues, verbal signs, wordly signs, using words. So the language we use should be precise, clear and direct. The language that we use should be precise, short and direct. നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് കൃത്യമായിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം, ആൻഡ് ഓൾസോ ഡയറക്റ്റ്, നേരിട്ടുള്ളതായിരിക്കണം. മുഖവരൊന്നും ഇല്ലാതെ നമ്മൾ അവതരിപ്പിക്കണം. ഫോണിലൂടെ അധികം നേരം സംസാരിക്കരുത്. So it is important to give the right message if it is a telephonic interview or message to your clients. നിങ്ങൾ നിങ്ങളുടെ ക്ലയൻസിന് കൊടുക്കുന്ന മെസ്സേജ് ആണെങ്കിലും ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് കൃത്യമായിരിക്കണം. റൈറ്റ് മെസ്സേജാണ് നമ്മൾ കൊടുക്കേണ്ടത്. മനസ്സിലാകാത്ത രീതിയിൽ അൺഅണ്ടർസ്റ്റാൻഡബിളായിട്ട് നമ്മൾ സംസാരിക്കരുത്. വാട്ട് വി ഗിവ് ത്രൂ ദി ടെലിഫോൺ ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ ടു ദി ലിസണർ. ശ്രോതാവിന് മനസ്സിലാകണം, കേൾവിക്കാരൻ അല്ലെങ്കിൽ മറുതലക്കിലുള്ള ആളിന് മനസ്സിലാകണം. It is important to give a right message if it is a telephonic interview or messages to your clients. Tone of your voice has to be clear. Another important matter, tone of your voice has to be clear. നിങ്ങളുടെ വോയിസിൻ്റെ ടോൺ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിരിക്കണം, വളരെ ഓഡിബിൾ ആയിരിക്കണം, വ്യക്തമായിരിക്കണം. ടോൺ ഓഫ് യുവർ വോയിസ് ഹാസ് ടു ബി ക്ലിയർ. So these are the things we have to observe while we speak through telephone. Then podcasting. നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു പോഡ്കാസ്റ്റിംഗ്. It is a portmanteau word. Portmanteau means combination, mixture, blending, compound. സംയുക്തമാണത് പോർട്ട്മാൻറ്റേ. PORTMANTEAU, portmanteau. It is a portmanteau word of iPod and broadcasting. ഐപാഡിലുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്, അതിനേക്കാളുമുണ്ട്. ഐപോഡ് പാട്ട് കേൾക്കാനും നമ്മൾ ഇതുപോലെ തന്നെ ഈ ഓഡിയോ കേൾക്കുവാനും നമ്മൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴും ഒക്കെ ട്രെഡ്മില്ല് നടക്കുമ്പോഴൊക്കെ നമുക്ക് കാര്യങ്ങൾ കേൾക്കാൻ ബോറടിക്കാതെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഐപോഡിലുള്ള നമ്മൾ ഈ പറഞ്ഞ പോഡ്കാസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ പോർട്ട്മാൻറ്റേ വേർഡ് ഓഫ് ഐപോഡ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ഇറ്റ് ഈസ് ആൻ ഓഡിയോ ബ്രോഡ്കാസ്റ്റ്. Podcasting is an audio broadcast which is distributed over the internet. ഇൻ്റർനെറ്റിൻ്റെ സഹായത്താൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഓഡിയോയാണ് ഇത് പോഡ്കാസ്റ്റിംഗ്. ഇറ്റ് ഈസ് ആൻ ഓഡിയോ ബ്രോഡ്കാസ്റ്റ് which is distributed over the internet. It usually has a format. കൃത്യമായ ഫോമായിട്ടാണ്. ഹൈ ഫ്രണ്ട്സ് സംഭാഷണ രൂപത്തിലായിരിക്കണം അത്. പോഡ്കാസ്റ്റിംഗ് മസ്റ്റ് ബി. നിങ്ങൾക്ക് എക്സാമ്പിളായിട്ടൊരു പോഡ്കാസ്റ്റ് എഴുതാൻ കാണും പരീക്ഷയ്ക്ക് നിങ്ങളുടെ എക്സാമിനേഷന് ഈ പാഠഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസും ചോദിക്കും. ഇതിൻ്റെയൊക്കെ ഓരോ മോഡൽസും എഴുതാൻ പറയും. ഒരു പോഡ്കാസ്റ്റ് എഡ്യൂക്കേഷനെ കുറിച്ച് ഒരു പോഡ്കാസ്റ്റ് നടത്തുക. ഹൈ ഫ്രണ്ട്സ്, today I am returning with a new subject. It is about our present day education എന്ന് തുടങ്ങി അവസാനിപ്പിക്കുക. Yes. So till we meet, goodbye എന്ന് പറഞ്ഞ് നമ്മളൊരു സംഭാഷണ രൂപത്തിൽ അവസാനിപ്പിക്കണം. ഇത് പോഡ്കാസ്റ്റിംഗ്. It usually has a format similar to a radio or television show. ടെലിവിഷൻ ഷോ അല്ലെങ്കിൽ റേഡിയോ ഷോ പോലെയുള്ള ഒരു ഫോമാറ്റ് ഉണ്ട് ഇതിന്.
Anyone can create and broadcast his opinions and ideas over the internet. അല്ലേ, നമ്മളതിന് ഈ പോഡ്കാസ്റ്റിംഗ് അല്ലാതെ നമ്മൾ ബ്ലോഗ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വേരിയസ് പ്ലാറ്റ്ഫോംസ് വി ആർ യൂസിങ് ഫോർ എക്സ്പ്രസിങ് അവർ ഐഡിയാസ് ആൻഡ് അവർ ഒപ്പീനിയൻസ്. So anyone can create and broadcast his opinions and ideas over the internet. The podcast has to sound natural. Remember, the broadcasting or the podcast has to sound natural. Natural ആയി തോന്നണം. And one has to use a conversational tone. And also for making our podcast natural, we have to use a conversational tone. സംസാരിക്കുന്ന രീതിയിലുള്ളൊരു ടോൺ നമ്മൾ ഉപയോഗിക്കണം. So one has to use a conversational tone for podcast to sound interesting. Keep it concise and flexible. We should keep the podcasting short and also flexible, understandable. Flexible to all, understandable to all. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള, അതേസമയത്ത് സംക്ഷിപ്ത രൂപത്തിലുള്ളതെന്നായിരിക്കണം പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റിംഗ്. So the next area where speaking skill is highly essential is anchoring. Anchoring, ANCHORING. Anchoring. Anchoring എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ടി വി പ്രോഗ്രാമിൻ്റെയൊക്കെ ആങ്കറിങ്, ടി വി ഷോകളുടെയൊക്കെ ആങ്കറിങ്, കോമഡി ഷോ, അതുപോലെ തന്നെ ഫ്ലവേഴ്സിലെ പല കാര്യങ്ങളുടെ ആങ്കറിങ്. ആങ്കറിങ് എന്ന് പറയുമ്പം ഭാഷാ പ്രാവീണ്യം വേണം, കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. ആങ്കറിങ് കേൾക്കുമ്പോൾ നമുക്ക് ഉടനെ ഓർമ്മ വരുന്ന രഞ്ജിനി ഹരിദാസ്, റിമി ടോമിയൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നതല്ലേ. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് ആങ്കറിങ്. അത് മാത്രമല്ല, ഇറ്റ് ഈസ് എ ലുക്രേറ്റീവ് പ്രൊഫഷൻ ഇൻ ദി മോഡേൺ ടൈംസ്. ഇത്തിരി ലാഭകരമായ പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു ജോലി, തൊഴിൽ കൂടിയാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. ആങ്കറിങ് ഈസ് എ ചാലഞ്ചിങ് ജോബ്. ആങ്കറിങ് ഈസ് ഓഫ് കോഴ്സ് എ ചാലഞ്ചിങ് ജോബ് ദാറ്റ് റിക്വയർസ് എ സെറ്റ് ഓഫ് സ്കിൽസ്. Anchoring is a challenging job that requires a set of skills. ഒന്നല്ല, ഈ ഭാഷാ പ്രാവീണ്യം മാത്രം പോരാ, ലാംഗ്വേജ് സ്കില്ല് മാത്രം പോരാ. ഇറ്റ് requires a set of skills that can be developed through perfecting one's speaking skills. ആങ്കറിങ്ങിനെ പെർഫെക്റ്റ് ചെയ്യാൻ പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുക. നല്ല സ്ഫുടമായിട്ടും മനോഹരമായിട്ടും ആകർഷണീയമായും സംസാരിക്കാൻ കഴിവ്, ആകർഷണീയമായ വ്യക്തിത്വം ഇതൊക്കെ ഉണ്ടായിരിക്കണം. ആങ്കറിങ് ഈസ് എ ചാലഞ്ചിങ് ജോബ് ദാറ്റ് റിക്വയർസ് എ സെറ്റ് ഓഫ് സ്കിൽസ് ദാറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ പെർഫെക്റ്റിംഗ് വൺസ് സ്പീക്കിംഗ് സ്കിൽസ്. An anchor is one who presents and co-ordinates a television or radio program or a live stage show. ആങ്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആങ്കർ ഈസ് വൺ ഹൂ പ്രസൻസ് ആൻഡ് കോർഡിനേറ്റ്സ്. പ്രസൻറ്റ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾ. ഏത്? എ ടെലിവിഷൻ ഓർ റേഡിയോ പ്രോഗ്രാം ഓർ എ ലൈവ് സ്റ്റേജ് ഷോ. ലൈവായുള്ള ഒരു സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഒരു റേഡിയോ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ പ്രോഗ്രാം, അത് കോർഡിനേറ്റ് ചെയ്യുകയും പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾ, ആ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണ് ആങ്കർ. ആൻഡ് ആങ്കർ ഈസ് എ person who presents and coordinates a television or radio program or a live stage show. An anchor must have an excellent language competency. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാഷാ പ്രാവീണ്യം അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ് ഒരു ആങ്കറെ സംബന്ധിച്ചിടത്തോളം. An anchor must have excellent language competency. Competency means ability, കഴിവ്, capability. നല്ല ഭാഷാ പ്രാവീണ്യം വേണം. ആൻഡ് മസ്റ്റ് നോ ദി ഡീറ്റെയിൽസ് ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാം നടക്കുമ്പോൾ അന്നേരം അങ്ങോട്ടൊന്നും ആങ്കർ ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്, പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, ചീഫ് ഗസ്റ്റുകൾ ആരാണ്, ജഡ്ജസ് ആരാണ്, അതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അവരെക്കുറിച്ചുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പം എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു ഓവറോൾ കോമ്പിറ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ, ഓവറോൾ നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ആങ്കറാകാൻ സാധിക്കത്തുള്ളൂ. So, an anchor must have excellent language competency and must know the details of the program. An anchor should have with him or her
എ വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്. ഓരോരോ പ്രോഗ്രാം നടക്കുന്നത്, എന്താണ് അതിന് നടക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആരൊക്കെ പങ്കെടുക്കുന്നത്, അതിനെക്കുറിച്ച് വ്യക്തമായി എഴുതിയ ഒരു സ്ക്രിപ്റ്റ് കയ്യിലുണ്ടായിരിക്കും. ആൻ ആങ്കർ ഷുഡ് ഹാവ് വിത്ത് ഹിം ഓർ ഹെയർ, ആണാണെങ്കിൽ ആണ്, അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ പെണ്ണ്. എ വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ഇൻ എ ഫ്ലവറി ലാംഗ്വേജ്. അതും എങ്ങനെയായിരിക്കണം? ദി വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ഷുഡ് ബി ഇൻ എ ഫ്ലവറി ലാംഗ്വേജ്, ഓർണമെൻ്റൽ ലാംഗ്വേജ്, ആലങ്കാരികമായ ഭാഷയിലായിരിക്കണം ആ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാവുക. ചീഫ് ഗസ്റ്റുകളെയൊക്കെ ഭംഗിയായി വാനോളം പുകഴ്ത്തണം. അതുപോലെ പാർട്ടിസിപ്പൻസിൻ്റെ കഴിവുകളെക്കുറിച്ച് പറയണം. അപ്പോൾ നല്ലൊരു ഫ്ലവറി ലാംഗ്വേജ്, വളരെ അട്രാക്റ്റീവായ ഒരു ഫ്ലവറി ലാംഗ്വേജിലായിരിക്കണം സ്ക്രിപ്റ്റ് ഉണ്ടാക്കേണ്ടത്. സോ ഇതിന് അങ്ങനെ ഉണ്ടാക്കുന്ന ഫ്ലവറി ലാംഗ്വേജിൽ നല്ല ആകർഷണീയമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഇറ്റ് എയിംസ് അറ്റ് ക്യാപ്ചറിങ് ആൻഡ് ഹോൾഡിംഗ് ദി അറ്റൻഷൻ ഓഫ് ദി ഓഡിയൻസ്. So the well written script in a flowery language aims at capturing and keeping the attention of the audience. ഓഡിയൻസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനും നിലനിർത്താനും സഹായിക്കും well written script. An anchor can also be called, വേറെ പേരിലും വിളിക്കാം ആങ്കറെ. An anchor can also be called the host. ഒരു ഷോയുടെ, ഒരു പ്രോഗ്രാമിൻ്റെ ഹോസ്റ്റ്, ആതിഥേയൻ, ഓർ ഹോസ്റ്റസ് ആതിഥേയ, ഓർ കൊമ്പയർ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആൾ, കൊമ്പയർ, ഓർ മാസ്റ്റർ ഓഫ് സെറിമണീസ്, MC, മാസ്റ്റർ ഓഫ് സെറിമണീസ്, ചടങ്ങുകളുടെ മാസ്റ്റർ എന്നും വിളിക്കാം. An anchor can also be called the host or hostess, the conveyor or master of ceremonies. എക്സാമിന് ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ചൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൂടാതെ തന്നെ 15 മാർക്കിനുള്ള ചോദ്യമായിട്ട് ചോദിക്കും. റൈറ്റ് എ സ്ക്രിപ്റ്റ് ഫോർ എ പോഡ്കാസ്റ്റ് ഓൺ ദി ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം. റൈറ്റ് എ സ്ക്രിപ്റ്റ് ഫോർ ദി പോഡ്കാസ്റ്റ് ഓൺ ദി ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റംസ്. ഇത് നമുക്ക് കുറേ മാതൃകൾ ഒരു ക്ലാസ്സിൽ നമുക്ക് ചെയ്യണം. പോഡ്കാസ്റ്റിംഗ് ആയാലും, റിപ്പോർട്ടായാലും, ലെറ്റർ റൈറ്റിംഗ് ആയാലും, അതുപോലെ ആങ്കറിങ് ആയാലും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേറൊരു ക്ലാസ്സിൽ, 1-2 ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അതേപോലെ ആങ്കറിനെ കുറിച്ചും ചോദിക്കാം. റൈറ്റ് എ സ്ക്രിപ്റ്റ് ഫോർ ദി ആങ്കർ ഹു ഈസ് ഹോയിസ്റ്റിംഗ് എ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ. ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ, ഫ്ലവേഴ്സ് ചാനലിലും മറ്റ് ചാനലിലും ഒക്കെ ഉള്ളതുപോലെയുള്ളൊരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോയുടെ ആങ്കർ ആകുന്നതിന് വേണ്ടി, ആ ആങ്കറിങ്ങിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിയുണ്ടാക്കുക. സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ കത്തെഴുതുന്ന പോലല്ല, നമ്മൾ പ്രസംഗിക്കുന്ന രീതിയിൽ സ്റ്റേജിൽ നിന്ന് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ചീഫ് ഗസ്റ്റുകളെയും ജഡ്ജസിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ അതിമനോഹരമായ ഡാൻസ് കാണാൻ പോകുന്നു, ആ ഡാൻസ് കഴിയുമ്പോൾ ഗാനം കേൾക്കാൻ പോകുന്നു, ആ പാട്ട് കഴിയുമ്പോൾ ഉടനെ വളരെ മനോഹരമായ നമ്മളെ കോരിത്തെരിപ്പിച്ചൊരു ഗാനമായിരുന്നു, അടുത്ത പാർട്ടിസിപ്പൻ്റ് ഇന്നാരാണ് എന്ന് പറഞ്ഞ് വേദിയിലേക്ക് ക്ഷണിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കുക.